ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഇനി ആരെങ്കിലും ജോയിൻ ആവുന്നുണ്ടോ നോക്കാം. ഒരു 2 minutes കൂടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഷുവർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ മാഡം, ഓക്കെ. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ഇതുവരെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ബാക്കിയായി ഇന്നലത്തെ. അപ്പം ഐ തിങ്ക് ഹരിപ്രിയ അല്ലെങ്കിൽ മുഹമ്മദ് ഷെയർ ചെയ്യുമെന്നാല്. മീൻസ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ആവുമ്പോഴേ കറക്റ്റ് ആയിട്ട് നോ ആ ഇഷ്യൂസ്. ഒരു ടോപ്പിക്. സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ് സ്ക്രീൻ കാണാം ഹരിപ്രിയ. ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഗിറ്റ്, വാട്ട് ഈസ് ഗിറ്റ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിണ്ടായിരുന്നല്ലേ? അതെ, ഗിറ്റും ഗിറ്റ് ഹബും. ഗിറ്റും ഗിറ്റ് ഹബും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ആൻഡ് വാട്ട് ഈസ് ഗിറ്റ് ഹബ്, അത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഗിറ്റും ഗിറ്റ് ഹബും തമ്മിലുള്ള ഡിഫറൻസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗിറ്റ് ഹബുമായിട്ടുള്ള ഇന്റഗ്രേഷനാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ക്രോം എടുക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഓൾറെഡി ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉള്ളവരുണ്ടോ? യെസ് മാഡം, എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അവരുടെ ഗിറ്റ് ഹബ് അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക. അക്കൗണ്ട് ഇല്ലാത്തവർ, ഹരിപ്രിയക്ക് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, അപ്പോൾ ഗിറ്റ് ഹബിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ഞാനിപ്പോൾ പറയുന്ന ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യാം കേട്ടോ. ടൈപ്പ് ചെയ്തോളൂ github.com, എൻ്റർ. ഇതിൽ സൈൻ അപ്പ് ചെയ്തോളൂ.
ഇതിലേക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താൽ ബൈ ഇറ്റ് സെൽഫ് ഇതിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് കയറാൻ പറ്റും. കണ്ടിന്യൂ ലിങ്ക് അക്കൗണ്ട് ഈസ് an existing mail ID on wait 1 second ഓൾറെഡി ഹരിപ്രിയക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചേ. ഓർമ്മയില്ല മാം, ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടോന്ന്. അതാ ഹരിപ്രിയ 301 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ഒരു യൂസർ ഐ ഡി ഓൾറെഡി ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ലിങ്ക് അക്കൗണ്ട് കൊടുക്കണോ അതോ റിട്ടേൺ ടു സൈൻ ഇൻ? ലിങ്ക് അക്കൗണ്ട് ജസ്റ്റ് ബാക്ക് സ്പേസ് ബാക്ക് അടിച്ചോളൂ. ഇപ്പൊ ഗിറ്റ്ഹബിൽ അക്കൗണ്ട് ഇല്ലാത്തവരൊന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ, പറയാമേ. സൈൻ ഇൻ കൊടുക്കൂ. അല്ല, സൈൻ അപ്പിന്റെ അപ്പുറത്തുള്ള സൈൻ അത് ക്ലിക്ക് ചെയ്യൂ. അവിടെ ഹരിതയുടെ ഇപ്പൊ സൈൻ ഇൻ ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി ഉണ്ട്, കൊടുക്കാമോ? Forgot password. Return to sign in. മെയിലിലേക്ക് ഇപ്പൊ ഒരു പാസ്വേഡ് റീസെറ്റ് വന്നിട്ടുണ്ടോ, ചെക്ക് ചെയ്യോ? വന്നിട്ടുണ്ട്, ചെയ്തോണ്ടിരിക്കുക. അത് ഹരിപ്രിയ അത് ചെയ്യൂ. സോ മീൻ വൈൽ വേറെ ആർക്കാ അവിടെ ഗിറ്റ്ഹബ് അക്കൗണ്ട് ഇല്ലാത്തത്? ആൻസിൻ ഉണ്ടോ? എനിക്കുണ്ട്. ഓക്കെ. ജെസ്സി, ജെസ്സിക്ക് അക്കൗണ്ട് ഉണ്ടോ? ഗിറ്റ്ഹബ് അക്കൗണ്ട് ഉണ്ടോ? സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. മുഹമ്മദ് നിസാർ അക്കൗണ്ട് ഉണ്ടോ? ഗിറ്റ്ഹബ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടോ? എനിക്ക് ഓൾറെഡി ഉണ്ട്. സോ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഉണ്ട് അല്ലെ? മുഹമ്മദ്, ജിബിൻ, ജെസ്സി, ഹരിപ്രിയ, ദെൻ ആൻസ്, അഭിലാഷ്, എല്ലാവർക്കും. ഓക്കെ ഫൈൻ. അപ്പൊ എല്ലാവരും ജസ്റ്റ് ലോഗിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. സോ നമ്മൾ ഇതിനൊരു ഫോൾഡർ സ്ട്രക്ചറായിട്ട് നമുക്ക് ഇതിനൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ. സോ ഒരു ഫോൾഡർ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയാണോ നിങ്ങൾക്കൊരു ഡാറ്റയെ സേവ് ചെയ്യാൻ പറ്റുന്നത്, ഇതേപോലെ ഒരു പബ്ലിക്ലി ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസിൽ അല്ലെങ്കിൽ പ്രൈവറ്റ്ലി നിങ്ങൾക്ക് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഒന്നിലേക്ക് ഒരു എന്താ പറയുക പ്ലേസ് ഹോൾഡറിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ കോഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റയെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി എന്താ ചെയ്യുക, നമ്മൾ ഒരു നോർമൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്കൊരു ഡാറ്റ സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ആ ഫോൾഡറിൽ കൊണ്ടുവന്ന് ഡാറ്റയെ പ്ലേസ് ചെയ്യും അല്ലേ? ഇതേ കാര്യത്തിനെ തന്നെ ഗിറ്റ്ഹബിലേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റാവുന്നതാണ് ഒരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എനിക്കൊരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ന്യൂ കൊടുത്തോളൂ.
ഇഷ്ടമുള്ള റെപ്പോസിറ്ററി നെയിം കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളോട് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ് അങ്ങനെ കൊടുത്തോളൂ. ആഡ് റീഡ്മി ഓൺ ആക്കിയിടണേ. ഒരു ക്രിയേറ്റ് റെപ്പോസിറ്ററി. ഇനി എല്ലാവരും നമ്മുടെ VS കോഡിലേക്ക് വരാം കേട്ടോ. എല്ലാവരും റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയില്ലേ? ഓക്കെ, ഫസ്റ്റ് കമാൻഡ് കൊടുത്തോളൂ. git init, git space init. ആർക്കെങ്കിലും git is not recognized എന്ന് പറഞ്ഞിട്ട് എറർ കിട്ടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ ഇന്നലെ പ്ലേറൈറ്റിന്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഗിറ്റിന്റെ ഇന്റഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ പ്ലേറൈറ്റിലേക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പം അല്ല ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മളിപ്പം ഗിറ്റ് ഹബില് ഒരു ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ് എന്നുള്ളതിന്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. അതെ അതെ. എന്നിട്ട് ഇപ്പൊ ഈ പ്ലേറൈറ്റിനകത്താണ് ഗെറ്റിനിട്ട് കൊടുക്കുന്നത്. പ്ലേറൈറ്റിന്റെ അകത്തേക്ക് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതെ, ഓക്കെ. ജാവാസ്ക്രിപ്റ്റിന്റെ അല്ല. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതിയിട്ടുള്ള ഒരു ഫോൾഡർ അല്ലേ, ആ ഫോൾഡറിൽ നിങ്ങൾ ബേസിക് ആയിട്ട് നിൽക്കുന്നേ അല്ലേ ജിബിൻ? അതോ ലൈക്ക് പ്ലേറൈറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലാണോ ഇപ്പൊ എല്ലാവരും നിൽക്കുന്നേ? ഇന്നലെ പ്ലേറൈറ്റ് ആയിരുന്നു സെഷൻ എടുത്ത കാരണം പ്ലേറൈറ്റിന്റെ ഫോൾഡറിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്വിച്ച് ചെയ്യാമോ? ജാവാസ്ക്രിപ്റ്റിന്റെ ഫോൾഡറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാമോ? ഓക്കെ, അതിൽ ഓപ്പൺ റീസെന്റ് കൊടുത്താൽ മതി, നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. സോ ഇവിടെ നിങ്ങൾക്ക് ഗിറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് എറർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ല അങ്ങനത്തെ എറർ ഗിറ്റ് ഇനിറ്റ് കൊടുത്തപ്പോ? ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതായത് ഗിറ്റ് ഹബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഗിറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനെ നമ്മുടെ ലോക്കൽ ടെർമിനലിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ലോക്കലിൽ ഇൻസ്റ്റാൾഡ് അല്ല. ഈ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു എറർ വരുന്നത്. ഇതിനെ റിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ക്രോമിലേക്ക് പോവുക, ഗിറ്റ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്തോളൂ. GIT, ഗിറ്റ് ഡൗൺലോഡ്. ആദ്യത്തെ തന്നെ ഗിറ്റ് ഇൻസ്റ്റാൾ. എല്ലാവരുടെയും വിൻഡോസ് അല്ലേ? ആരുടെയെങ്കിലും മാക് ഉണ്ടോ? ഇതിലേതാണ്? ഫസ്റ്റ് വൺ ആണോ? ഫസ്റ്റ്. മുഹമ്മദ്, ഹരിപ്രിയ, അഭിലാഷ്, ആൻസ് എല്ലാവരുടെയും വിൻഡോസ് അല്ലേ? വിൻഡോസ് ആണ്. വിൻഡോസ്. ഓക്കെ, സോ ഡൗൺലോഡ് ആവട്ടെ.
ഇനി ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ റെക്കോർഡിങ്സ് ആക്സസ് ചെയ്യുന്നവർക്കുള്ളതാണ്. റെക്കോർഡിങ്സ് ആക്സസ് ചെയ്യുന്ന ആർക്കെങ്കിലും മാക് മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ മാക് ഓയസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹരിപ്രിയ. അതിൽ വിൻഡോസിന്റെ തൊട്ടിപ്പുറത്ത് മാക് ഓയസ് ഇല്ലേ? ഈ ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഹോം ബ്രൂ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് എടുത്താൽ മതി. ഹോം ബ്രൂ മാത്രം യൂസ് ചെയ്തിട്ട് ഗിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ. ഹോം ബ്രൂ എടുക്കുക. എന്നിട്ട് ഹോം ബ്രൂ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഹോം ബ്രൂവിൽ ബ്രൂ ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി വിൻഡോസിലേക്ക് തന്നെ വന്നോളൂ. എച്ച് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഐ ആക്സെപ്റ്റ് കൊടുക്കാം. താഴെ ഐ ആക്സെപ്റ്റ് വരും. നെക്സ്റ്റ് കൊടുക്കൂ. നെക്സ്റ്റ്. ഓൺ ദ ഡെസ്ക്ടോപ്പ് വേണ്ട. നെക്സ്റ്റ് കൊടുത്തോളൂ. നെക്സ്റ്റ്. നെക്സ്റ്റ്. Override the default branch name. Next. Give the git from command line and also from third party software. Yes, അത് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എടുത്തോളൂ. നെക്സ്റ്റ്. 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 ഇതിന് യൂസ് വിൻഡോസ് ഡിഫോൾട്ട് കൺസോൾ വിൻഡോ ആക്കുക കേട്ടോ. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ്. നെക്സ്റ്റ്. ഇൻസ്റ്റാൾ. എല്ലാവർക്കും ഇൻസ്റ്റാൾ ആവുന്നുണ്ടോ? ഫിനിഷ് കൊടുത്തോളൂ കേട്ടോ. അപ്പം ചെയ്യണമെന്നില്ല. അങ്ങനെ പുറത്ത് ക്ലിക്ക് ചെയ്തോളൂ. പുറത്തെവിടെയും ക്ലിക്ക് ചെയ്തോളൂ. ഇനി ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയവര് VS കോഡിനെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം.
എല്ലാവരും ഇവിടം വരെ എത്തിയോ? എത്താത്തവരുണ്ടെങ്കിൽ പറയാം കേട്ടോ അങ്ങ്. ജെസ്സി എല്ലാവരും എത്തിയായിരുന്നോ? ഫസ്റ്റ് കമാൻഡ് കൊടുക്കൂ, git init init ട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാല് നമ്മൾ ഗിറ്റിനെ അല്ലെങ്കിൽ എന്താ അതിന്റെ ബേസ് ടൂൾ ബേസ് പ്ലാറ്റ്ഫോം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, ഗിറ്റ് ഇനിറ്റ് അടിക്കുക, എൻ്റർ അടിച്ചോളൂ. മാം ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ ഫോൾഡർ സ്ട്രക്ചറിൽ അവിടെ അല്ലേ നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഫോൾഡർ വരുന്നത്? ആ, അതായത് ഞാൻ നെയിം കൊടുത്തിട്ടുള്ള പ്ലേ റൈറ്റ് അത് കുഴപ്പമില്ല. അതിനകത്തുള്ളത്. യെസ്, ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഇനീഷ്യലൈസ്ഡ് എന്ന് കൊണ്ട് വന്നായിരുന്നോ? അടുത്ത കമാൻഡ് കൊടുക്കൂ, git remote add origin സ്പേസ് നിങ്ങളുടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത റെപ്പോസിറ്ററി URL ഇവിടെയും കൊടുത്തോളൂ. എന്താണ് മാം അതിന്റെ നമ്മൾ URL? ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ് ഒരു URL എടുത്തില്ലായിരുന്നോ? ആ URL എടുക്കാം, കോപ്പി ചെയ്യാം, അവിടുന്ന് കോപ്പി എടുത്തോളൂ. VS കോഡിലേക്ക് വരിക, .git URL കോപ്പി എടുക്കാം, .git കൊടുക്കാം, എൻ്റർ അടിച്ചോളൂ. ഓക്കെ, git remote git git remote അല്ല, സോറി git remote സ്പേസ് -v എൻ്റർ അടിക്കൂ. ഒറിജിൻ ഫെച്ചും പുഷും കാണുന്നുണ്ടോ എല്ലാവർക്കും? എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ ഇതുവരെ, ഈ പോയിന്റ് വരെ? ഓക്കെ, അടുത്ത കമാൻഡ് എടുത്തോളൂ, git സ്പേസ് add സ്പേസ് ഡോട്ട്, എൻ്റർ അടിച്ചോളൂ. ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്ത രണ്ട് സ്റ്റെപ്സ് ആണ്. റിമോട്ട് ആഡ് ഒറിജിൻ എന്ന് പറയുന്നത് നിങ്ങൾ റിമോട്ട് ഒറിജിനെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ റിമോട്ട് ഒറിജിൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഏത് URL-ലേക്കാണോ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിനെ പുഷ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കോഡിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിനെ നിങ്ങൾ റിമോട്ട് ഒറിജിൻ ആയിട്ട് സെറ്റ് ചെയ്യണം. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് git remote add origin. ക്ലിയർ ആണോ?
ഡൗട്ട്സ് ഉണ്ടോ? ജിബിൻ, മുഹമ്മദ്, ഹരിപ്രിയ. ക്ലിയർ ആണ്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തു ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് അല്ലേ? ആഡ് സ്പേസ് ഡോട്ട് എന്ന് വെച്ചാൽ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? എനിക്ക് ഈ എൻറ്റയർ ഫയൽ സ്ട്രക്ചറിൽ ഏതൊക്കെ ചേഞ്ചസ് ഉണ്ടോ ആ ചേഞ്ചസിനെ എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് കഴിഞ്ഞപ്പോൾ ഇതുവരെ യു എന്ന വാല്യൂ ഉണ്ടായിരുന്നപ്പോൾ എന്തായി മാറി? എ എന്നായിട്ടുണ്ട് അല്ലേ? യു എന്ന് വെച്ചാൽ അൺട്രാക്ഡും എ എന്ന് വെച്ചാൽ ആഡഡ് അല്ലെങ്കിൽ അമെൻഡഡ് എന്നുമാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ? പറഞ്ഞാൽ ഡൗട്ട്സ് ഉണ്ടോ? അടുത്ത കമാൻഡ് ഗിറ്റ് ബ്രാഞ്ച്. എൻ്റർ അടിക്കൂ. ഓക്കെ, ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഗിറ്റിന്റെ ബ്രാഞ്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഗിറ്റ് ബ്രാഞ്ച് സ്പേസ് ഹൈഫൺ എം. എന്താണ് ഹൈഫൺ? ക്യാപിറ്റൽ എം സ്പേസ് മെയിൻ. എൻ്റർ അടിച്ചോളൂ. ഒരു വട്ടം കൂടെ ഗിറ്റ് ബ്രാഞ്ച് അടിക്കൂ. ഓക്കെ, എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇഷ്യൂസ് ഇല്ല. അടുത്ത കമാൻഡ് കൊടുത്തോളൂ. ഗിറ്റ് commit space hyphen m small letter m ആണ്, capital അല്ല, small letter m space double quotes ல നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെസ്സേജ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ നമ്മുടെ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നത് കമ്മിറ്റ് മെസ്സേജ് എന്നാണ് പറയുക. നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലെവലിൽ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ എപ്പോഴും ഈ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുമ്പോൾ മീനിങ് ആയിട്ടുള്ള കൊടുക്കുക. അതായത് എന്ത് ചേഞ്ച് ആണ് നിങ്ങൾ ചെയ്തതെന്ന് കൃത്യമായിട്ട് അതിൽ മാർക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും? ആഡഡ് ജാവാസ്ക്രിപ്റ്റ് ചേഞ്ചസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ ഈ പുഷ് ചെയ്യുന്ന ഈ കോഡിനെ റിവ്യൂ ചെയ്യുന്നവർ കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു ടിപ്പാണ്, അങ്ങനെ തന്നെ യൂസ് ചെയ്യണം എന്നല്ല. പക്ഷെ ഗിറ്റ് കമ്മിറ്റിലെ ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ കൊടുക്കുന്ന കമ്മിറ്റ് മെസ്സേജ് എന്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കണം. മനസ്സിലായോ? എൻ്റർ അടിച്ചോളൂ.
എത്ര പേർക്ക് ഓതർ ഐഡന്റിറ്റി അൺനോൺ എന്ന് പറഞ്ഞിട്ട് വന്നു? മുഹമ്മദ്, അഭിലാഷ്, എത്ര പേർക്ക് വന്നു? എല്ലാവർക്കും വന്നിരുന്നോ? അങ്ങനെ വന്നു. അപ്പൊ ഇതില് ആദ്യത്തെ കമാൻഡ് എടുക്കുക, ഗിറ്റ് കോൺഫിഗ് --global user.email. അത് കോപ്പി എടുത്തേ. പേസ്റ്റ് ചെയ്യത്. എന്നിട്ട് u@example.com-നെ ഡബിൾ കോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗിറ്റ്ഹബിൽ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡി ഇല്ലേ, ആ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കൂ. ഡബിൾ കോട്ട്സിലാണോ അത്? വേണ്ട വേണ്ട, വിത്തൗട്ട് ഡബിൾ കോട്ട്സ്. സോറി, ഞാൻ ഒരു ജസ്റ്റ് 2 സ്റ്റെപ്സ് ബിഹൈൻഡ് ആണ്. അതില് ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ എന്ന് കൊടുക്കുന്നത് റീനെയിം ചെയ്യാനുള്ളതല്ലേ? റീനെയിം ചെയ്യാൻ അത് നമുക്ക് വേണം, ഒന്ന് എൻഷുർ ചെയ്യാനാണ്. അതായത് നമ്മൾ മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെയാണ് ഞാൻ പോയിന്റ് ചെയ്യുന്നത്, എൻഷുർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതായത് നമ്മൾക്ക് ഒരു റെപ്പോസിറ്ററിയിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പൊ കറന്റ്ലി എനിക്ക് വേണ്ടത് എന്റെ എല്ലാ ചേഞ്ചസും മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്കാണ് പുഷ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് ഏത് ബ്രാഞ്ചിലേക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കാനാണ് ഗിറ്റ് ബ്രാഞ്ച് സ്പേസ് -m മെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബൈ ഡിഫോൾട്ട് മെയിനിൽ തന്നെ ആയിരിക്കത്തില്ല പോയിന്റ് ചെയ്തിരിക്കുന്നത്? മാസ്റ്റർ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ടുണ്ടാവുക. മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോൾഡർ ഉണ്ടാവും നമ്മുടെ ഈ ഗിറ്റ് എന്ന് പറയുന്ന ഗിറ്റിന്റെ കോൺഫിഗറേഷനിൽ. അതിനെ ഓവർറൈഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കമാൻഡ് കൊണ്ട് പറ്റും. ഓക്കെ. ഞാൻ ഇപ്പം ഗിറ്റ്ഹബിന്റെ റിപ്പോസിറ്ററിയിൽ, അതായത് വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് എനിക്ക് മെയിൻ എന്നുള്ള ബ്രാഞ്ചാണ് എനിക്ക് കാണുന്നത്. അതായത് നമ്മുടെ റെപ്പോസിറ്ററിയിൽ മെയിൻ ആയിരിക്കും കാണുന്നത്. ഞാൻ പറഞ്ഞ നമ്മുടെ ഗിറ്റിന്റെ അകത്ത് ഗിറ്റിന്റെ സെറ്റിംഗ് ഉണ്ടല്ലോ, ഗിറ്റിന്റെ നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലേ, നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഡിഫോൾട്ട് വാല്യൂ മാസ്റ്റർ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. നമ്മൾ ബേസിക്കലി ഗിറ്റ് ബ്രാഞ്ച് കൊടുക്കുമ്പോൾ ലിസ്റ്റ് ഓഫ് ബ്രാഞ്ചസ് എല്ലാം വരത്തില്ലേ? വരേണ്ടതാണ്. അത് എല്ലായ്പ്പോഴും ഡിസ്പ്ലേ ആവണമെന്ന് മാൻഡേറ്ററി അല്ല. അതായത് ഇപ്പോ നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ചിലപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വരണമെന്ന് മാൻഡേറ്ററി ഒന്നുമല്ല. ഓക്കെ. എൻ്റർ അടിച്ചോളൂ. അടുത്തത് ഗിറ്റ് കോൺഫിഗ് --global user.name. സ്പേസ് ഡബിൾ കോട്ട്സിലെ വാല്യൂ. യൂസർ നെയിം നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നതിന് അവിടെ കൊടുത്തിട്ടില്ലായിരുന്നു? എന്താണ് ഹരിപ്രിയ 301. ജിബിന്റെ ഡൗട്ട് ക്ലിയർ അല്ലേ? ഞാൻ ഗിറ്റ് ബ്രാഞ്ച് എന്ന് കൊടുക്കാൻ നേരത്തെ എനിക്ക് ഇപ്പം ഇവൻ മെയിൻ എന്ന് കൊടുത്തിട്ട് പോലും റിസൾട്ട് വരുന്നില്ല എന്നാണോ? അതെ. അത് മാൻഡേറ്ററി അല്ല. ഗിറ്റ് ബ്രാഞ്ച് റിസൾട്ട് തരണമെന്ന് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് അത് മാസ്റ്റർ എന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. മാസ്റ്റർ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്നുകൂടെ എൻഷുർ ചെയ്യാം ദാറ്റ് അത് മെയിനിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട് എന്ന്. അത് കാണിച്ചില്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. എൻ്റർ അടിച്ചോളൂ. ഒരു വട്ടം കൂടെ ഗിറ്റ് കമ്മിറ്റ് കമാൻഡ് കൊടുക്കൂ. ക്രിയേറ്റ് മോഡ് വന്നോ എല്ലാവർക്കും?
ജിബിനൊപ്പം എത്തിയാ പറയാട്ടോ. ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഗ്ലോബൽ എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ചെയ്തോ കേട്ടോ. മാം നമ്മളിപ്പോ ചെയ്യുന്നത് ലോഗിൻ ചെയ്യുന്നതാണോ ഗിറ്റിലോട്ട്? ഏതാ? ഇപ്പൊ നമ്മള് git config ചെയ്തില്ലേ? ആണോ? ആ git config എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് നമ്മുടെ ഗിറ്റ്ഹബിന്റെ അക്കൗണ്ട് കോൺഫിഗറേഷനും നമ്മളുടെ ഗിറ്റുമായിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഈ രണ്ട് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഗ്ലോബലി നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുകയാണ് ദാറ്റ് എനിക്ക് ഇവിടെ രജിസ്റ്റേർഡ് യൂസർ മെയിലും പാസ്വേഡും യൂസർ മെയിലും യൂസർ നെയിമും ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. നമ്മൾ ഗിറ്റ്ഹബിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുന്നത്, അതുപോലെ ഗിറ്റിനെ ഗിറ്റ്ഹബുമായിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായോ? അടുത്ത കമാൻഡ് കൊടുക്കൂ. git push -u origin main. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഗിറ്റില് നമ്മളുടെ കയ്യിലുള്ള കോഡിനെ ഗിറ്റ്ഹബിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പുഷ്. ഓക്കെ. എൻ്റർ അടിച്ചോളൂ. Sign in with your browser. യൂസർ ഐ ഡി പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തോളൂ. എല്ലാവരും ഫോളോ ചെയ്തെത്തുന്നില്ലേ? ജിബിൻ എത്തുന്നില്ലേ? യെസ്. ഓക്കെ. ഇവിടെ ഓത്തറൈസ് ഗിറ്റ് എക്കോ അസിസ്റ്റ് ആണോ എന്താ കൊടുക്കണ്ടേ? എന്തായിരുന്നു? ലോഗിൻ ചെയ്തപ്പോ നെക്സ്റ്റ് ഓത്തറൈസ് ഓത്തറൈസ്. ഓക്കെ. ഗിറ്റ്ഹബിലേക്ക് കോപ്പറേറ്റിലേക്ക് തിരിച്ചു വരൂ. ഓക്കെ. ഈ എറർ കിട്ടിയിട്ട് നിൽക്കട്ടെ. ബാക്കി ആർക്കെങ്കിലും ഇത് എറർ അടിച്ചവരുണ്ടോ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്?
ആർക്കെങ്കിലും റിജക്ട് എറർ അടിച്ചവരുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ജിബിൻ, അഭിലാഷ്, മുഹമ്മദ്, ആൻസ്. അല്ല, ആൻസ് ഓഡിബിൾ അല്ല. ആൻസിന് വല്ല എറർ ആണോ വന്നിട്ടുള്ളത്? അതിലേക്ക് ലോഗിൻ ചെയ്യാൻ വന്നതിന് ശേഷം പിന്നെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഓത്തറൈസ്. ഹരിപ്രിയ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ കേട്ടോ. ഹരിപ്രിയയിലേക്ക് വരാനി. Okay. ആൻസ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യൂ. ആൻസ് സ്ക്രീൻ ഷെയർ ചെയ്യൂ. ആൻസ് കേൾക്കാമോ? ആൻസ് ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ ബാക്കിയുള്ളവർക്ക്? കേൾക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി അഭിലാഷ്, ജെസ്സി, നിങ്ങളുടെ ഒക്കെ കണ്ടീഷൻ എന്താ? നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടിയത് ഓത്തറൈസ് ചെയ്ത ശേഷം? ഓരോരുത്തരായിട്ട് പറയൂ. ഞാൻ മാഡം എന്റെ കുറച്ച് സ്റ്റെപ്സ് ഞാൻ ചെയ്തോണ്ടിരിക്കും മാഡം. ഞാൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പറയാം. ഷുവർ. ഞാൻ ഒരു 5 മിനിറ്റ്സ് ടൈം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെയ്തോളൂ കേട്ടോ. എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഇൻഫോം ചെയ്യാം. ഷുവർ ഷുവർ. ഇതിൽ പ്ലീസ് കംപ്ലീറ്റ് ഒതന്റിക്കേഷൻ ഇൻ യുവർ ബ്രൗസർ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ബ്രൗസറിലേക്ക് ഒരു ഓത്തന്റിക്കേഷൻ പോയിരുന്നോ? സൈൻ ഇൻ വിത്ത് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട്. അത് സൈൻ ഇൻ ചെയ്തു, പക്ഷേ എപ്പോഴും അങ്ങനെ കാണിക്കും. മുഹമ്മദ് ഷെയർ ചെയ്യൂ. സെക്കൻഡ് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇവിടെ ബ്രൗസർ ഓതന്റിക്കേറ്റ് ഇൻ ദ ബ്രൗസർ ഇതല്ല. ഒരു വട്ടം കൂടെ കൊടുക്കൂ. ഗിറ്റ് പുഷ് ഹൈഫൻ യു ഒറിജിൻ മേ. ആ ചാറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിടുവോ? കോപ്പൈലറ്റിന്റെ ചാറ്റ്. ഇതോ? അതന്നെ ക്ലോസ് ചെയ്യൂ. കൺട്രോൾ ചെയ്യൂ. വേറെ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ? ക്രോം അല്ലെങ്കിൽ എഡ്ജിൽ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ? ഇവിടെ വന്നു. ഹലോ, കേൾക്കണ്ടോ? കേൾക്കാം മാൻസ്. അതെ, എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്ക്രീൻ എന്തോ സ്റ്റക്കായി. ഞാനിപ്പോൾ മൊബൈലിൽ നിന്നാണ് കയറിയേക്കണേ.
ഓക്കെ ഞാൻ ബാക്കി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഇവിടെ എന്താ ഇതിലാ വന്നത്, എഡ്ജിലേക്കാ വന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ഓത്തറൈസ് ഗിറ്റ് എക്കോസിസ്റ്റം കൊടുക്കാൻ വഴിയുണ്ടോ? ഇല്ല. ഒന്ന് റിഫ്രഷ് ചെയ്യ് പേജിനെ. അല്ല, ക്യാൻസൽ ചെയ്ത് ഒന്നും കൂടെ കൊടുക്കും. ഒരു വട്ടം കൂടെ കൊടുത്തു നോക്കൂ. പക്ഷെ ഇതിപ്പോഴും ഇങ്ങനെ കാണിക്കും. Ctrl+C. ഇതൊന്നുകൂടെ ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തോളൂ. Sign in with your browser. Authorize. Succeeded. ഓക്കെ, റിജക്റ്റഡ് ആണ്. മുഹമ്മദ് സ്റ്റോപ്പ് ചെയ്യൂ. ഓക്കെ, എല്ലാവരും എത്തി എന്ന് പറയട്ടെ കേട്ടോ, ഇൻറ്റിമേറ്റ് ചെയ്യട്ടെ. സ്റ്റാർട്ട്. ആൻസ് ഒന്ന് കാണിക്കോ, സ്ക്രീന് ഷെയർ ചെയ്ത് കാണിക്കോ ആൻസ്? അല്ല, ഞാനിപ്പോ മൊബൈലിലാണ് കയറിയേക്കുന്നത്. ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ, ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാ? അഭിലാഷ് എത്തിയായിരുന്നോ ചെയ്തിട്ട്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ എനിക്ക് അറിയുള്ളൂ കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് എന്തായി എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയൂ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത്. ജെസ്സി, ദെൻ ഹരിപ്രിയ ഓൾറെഡി ഷെയർ ചെയ്തു. മുഹമ്മദ് സാറിൻ്റെ കഴിഞ്ഞു. ജിബിൻ, ദെൻ ജിബിൻ. എന്റെ കേസിൽ ഞാൻ ബേസിക്കലി എനിക്കൊരു ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതില് വെബ്സൈറ്റിൽ പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. അത് ലോക്കലിൽ നെറ്റ് ചെയ്തു. അപ്പം ലോക്കലിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കുറെ കോഡ്സ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഞാൻ ഗിറ്റിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. പുഷ് ചെയ്തു. സക്സസ് ആയോ? അതായത് ഗിറ്റിലെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് സക്സസ് ആയി. എനിക്കത് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് എന്റെ സ്റ്റാറ്റസ്. ആൻസർ ചെയ്യുന്നേ ഉള്ളൂ. ജെസ്സി, എത്തിയോ ഇതുവരെ? എങ്കിൽ മുഹമ്മദ് ഷെയർ ചെയ്യൂ സ്ക്രീന്. മുഹമ്മദും ഹരിപ്രിയയും ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്യണേ. ആൻസും. ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യൂ. ഏത് ഹരിപ്രിയ അല്ലെങ്കിൽ മുഹമ്മദ് ഷെയർ ചെയ്യൂ. കാണുന്നില്ലേ? കാണാം. കമാൻഡ് കൊടുക്കൂ കേട്ടോ.
git pull hyphen rebase space hyphen rebase space origin space main. ഈ ഹൈഫൻ കഴിഞ്ഞ് സ്പേസ് ഉണ്ടോ? അല്ല, hyphen rebase space hyphen hyphen ഇല്ല, origin main. ഒറിജിൻ നെയിമോ? main main main. And ready. Please make sure you have correct access and repository checks. ഇപ്പോൾ rebase origin main എന്നല്ലോ കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും സെയിം എറർ ആണോ വന്നത്, അതോ വേറെ എന്തെങ്കിലും ലോഡായി വന്നോ? മാം എനിക്ക് സക്സസ്ഫുള്ളി റീബേസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് ref/head/main. എങ്കിൽ ഹരിപ്രിയ ഗിറ്റിന്റെ കമാൻഡ് ഒന്നുകൂടെ കൊടുത്തേ. git push -u അതല്ലേ? അതെ അപ്പേരെ പ്രസ് ചെയ്ത് കൊടുക്കൂ. അടുത്ത കമാൻഡ് കൊടുക്കൂ, git push -u origin main. git push അപ്പേരെ പ്രസ് ചെയ്യൂ, ജസ്റ്റ് അപ്പേരെ രണ്ടാണ് പ്രസ് ചെയ്ത് വിട്ടെ. അപ്പൊ git push -u കമാൻഡ് വരും. ഒന്നുകൂടെ യെസ്, എൻ്റർ അടിച്ചോളൂ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ക്രോമിൽ പോയി ചെക്ക് ചെയ്തേ അതിലേക്ക് കോഡ് വന്നിട്ടുണ്ടോന്ന്. ജസ്റ്റ് ആ കോഡ് കമ്മിറ്റ്സ് നോക്കണ്ട, ജസ്റ്റ് കോഡ് മാത്രം എടുത്ത് നോക്കൂ. വന്നു. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടല്ല? ഇതിൽ ഈ റീബേസും അല്ലെങ്കിൽ ഐ മീൻ ഈ ഒറിജിൻ -u എന്നുള്ള കാര്യങ്ങൾ എന്തിനാന്നൂടെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യാവോ? ഓക്കെ, ശരി. അതായത് നമ്മൾക്ക് ഗിറ്റ് പുഷ് എന്ന് വെച്ചാൽ റെപ്പോസിറ്ററിയിലേക്ക് നമ്മളുടെ കോഡിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഗിറ്റ് പുഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് എറർ വന്നു. എന്താണ്? ഇറ്റ് ഇസ് റിജക്റ്റഡ് എന്ന് കണ്ടു വന്നു അല്ലേ? മോസ്റ്റ് കോമൺ ആയിട്ട് ഈ റിജക്റ്റഡിന്റെ റീസൺ വരികയെന്ന് വെച്ചാൽ നമ്മളുടെ ലോക്കല് അതുപോലെ തന്നെ നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററിയുടെയും വേർഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് എറേഴ്സ് വരുന്നത്. അപ്പൊ രണ്ടിനെയും ഈക്വലൈസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? പുൾ റീബേസ് എന്ന് പറഞ്ഞ എക്സിക്യൂഷൻ ഞാൻ ചെയ്യാണ്. അവിടെ കൃത്യമായിട്ട് ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ബ്രാഞ്ച് നെയിം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇല്ലേ? നമുക്കിത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കത്തില്ലേ? മെർജിങ് ആസ് എ
നമ്മൾ ഫസ്റ്റ്, അതായത് നമുക്ക് ലോക്കൽ റിപ്പോസിറ്ററിയിൽ നമ്മൾ കൂടുതൽ കോഡ് ചേഞ്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉം. അപ്പം നമുക്ക് ഗിറ്റ് റിപ്പോസിറ്ററിയിൽ, അതായത് വെബ്സൈറ്റിൽ നമുക്ക് ആ ചേഞ്ചസ് നമുക്ക് പുഷ് ചെയ്യണം. ഓക്കെ, ഉം. പക്ഷേ നമ്മൾ അത് പുഷ് ചെയ്യാൻ നേരത്ത് എറർ കാണിക്കുന്നു. കാരണം അതിനകത്ത് ഒരു അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പം Additional details ഇതിലെ ഉണ്ട്. കേസ് Okay. പറഞ്ഞാൽ ഇതിലെ കേസ് പറഞ്ഞാൽ നമുക്ക് റീഡ്മി ഫയൽ ഉണ്ട്. Okay. ഓക്കെ, Okay. ഓക്കെ. അപ്പം അങ്ങനെ അപ്പൊ പുഷ് റിജക്റ്റ് ആയി. ഓക്കെ, ആ. അപ്പൊ നമുക്കത് പുള്ളി ചെയ്യണം അല്ലേ? പുള്ളി ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് രണ്ടിന്റെയും കോഡ് സിമിലർ ആക്കണം. സിമിലർ ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സിമിലർ റീബേസ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ് റീബേസിങ്. നമുക്ക് മെർജിലൂടെ അത് ചെയ്യാൻ പറ്റത്തില്ലേ? മെർജിലൂടെ ചെയ്യാം, പക്ഷെ മെർജിലൂടെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾക്ക് സ്റ്റേബിൾ ആയിട്ട് അത് എല്ലാ ചേഞ്ചസും ഒരുപോലെ മെർജ് ആവണം. അത് മാൻഡേറ്ററി അല്ല. ഇതിപ്പോ ഒരു ഫയൽ ആകുമ്പോൾ മെർജ് ആവും, ജീവൻ പറഞ്ഞതുപോലെ. ഇപ്പൊ കുറെ ഫയൽസ് ഉണ്ടെന്ന് വിചാരിക്കോ? ഓക്കെ, കുറെ ഫയൽസ് ഉണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ നമുക്ക് മെർജ് ആവണം നിർബന്ധമില്ല. കുറെ ഫയൽസ് ബേസിക്കലി നമുക്കിപ്പം ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ഫോൾഡറിൽ നമുക്ക് കുറെ ഫയൽസ് ഉണ്ട് ഓൾറെഡി. നമ്മൾ ഇത്രയും നാളും ചെയ്ത കുറെ ഫയൽസ് ഉണ്ട്. അപ്പം മെർജ് എന്ന് പറയുന്നത് നമുക്ക് ലോക്കലിലോട്ടല്ല നമ്മൾ മെർജ് ചെയ്യുന്നത് സാധാരണ. മെർജ് ലോക്കലിലേക്ക് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നമ്മുടെ വേർഷൻ കൺട്രോളിന്റെ മെയിനിലേക്കും വേണമെങ്കിൽ മെർജ് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ ഐ മീൻ -u ഒറിജിൻ എന്നുള്ള അത് കൊടുത്തു കഴിഞ്ഞിട്ട് മെർജ് ചെയ്യാൻ തോന്നുന്നല്ലേ? അതെ. ഓക്കെ. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓക്കെ, -u ഒറിജിൻ എന്നുള്ള കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ലോക്കൽ റിപ്പോസിറ്ററിയിലുള്ള ഈ ഫയൽസ്, ഈ ജാവാസ്ക്രിപ്റ്റിന്റെ .js ഫയൽസ് എല്ലാം അതിലോട്ട് അതുമായിട്ട് മെർജ് ആവത്തില്ലേ? അതുമായിട്ട് മെർജ് ആവും. പക്ഷെ അപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ കോഡ് പുഷ്, ഒരു ചെറിയ ഡിഫറൻസ് ആണ് മെർജിങ്ങും പുഷും തമ്മിൽ. മെർജിങ് എന്ന് വെച്ചാൽ അത് ഇറ്റ് ഈസ് സപ്പോസ് ടു ബി മെർജ്ഡ് വിത്ത് പെർമിഷൻ എന്നാണ് പറയുക. ഓക്കെ, അതായത് ഇപ്പോ ജിബിൻ ഒരു കോഡ് മെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയാ, കറസ്പോണ്ടിങ് ആയിട്ട് പുൾ റിക്വസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഞാൻ ഇവിടെ പറയുന്നത് പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം മെർജ് ചെയ്യുന്നതല്ല. ഇവിടെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾ ചെയ്ത കോഡിനെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്ലേസ് ഹോൾഡറിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. നിങ്ങൾ അവിടെ ആരോടും റിവ്യൂ ചോദിക്കുന്നില്ല, ആരോടും റിവ്യൂ എടുക്കാനും പറയുന്നില്ല. അതായത് എന്റെ കോഡ് ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ റിവ്യൂ ചെയ്യൂ എന്ന് നിങ്ങൾ ഈ പോയിന്റ് വരെ ആരോടും ചോദിച്ചിട്ടില്ല. നിങ്ങൾ തന്നെയാണ് ആ റെപ്പോസിറ്ററിന്റെ ഓണർ, നിങ്ങൾ തന്നെയാണ് കോഡിനെ ആഡ് ചെയ്തത് അല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പുൾ റിക്വസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് CLI യൂസ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഓക്കെ, ഗിറ്റിന്റെ CLI എന്നാണ് ഇതിനെ പറയുക. അതായത് നമ്മൾ ഈ കമാൻഡ്സ് ത്രൂ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് CLI എന്നാണ് പറയുക. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഇൻലൈൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഗിറ്റ് CLI യൂസ് ചെയ്തിട്ട് പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നോർമലി നമ്മൾ എന്താ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഗിറ്റ് ഹബിൽ തന്നെ ഡയറക്ട്ലി പോയി പുൾ റിക്വസ്റ്റ് കൊടുക്കുക. ഗിറ്റ്ഹബിൽ ഡയറക്റ്റ് പോയി പുൾ റിക്വസ്റ്റ് കൊടുത്ത് ലോക്കലിലോട്ട് അല്ല, ഗിറ്റ് ഹബിലേക്ക്, അതായത് ഗിറ്റ് ഹബിലെ ബ്രാഞ്ചിൽ നിന്നും ഡയറക്റ്റ്ലി ഒരു പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ പുൾ റിക്വസ്റ്റിനെ മെർജ് ചെയ്യിക്കുക. അതായത് ഓക്കെ, ജിബിൻ ചോദിക്കും, ഞാൻ പറയാം. സോറി. ഓക്കെ, സോ നമ്മൾ ഗിറ്റ്ഹബിലെ ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന റിപ്പോസിറ്ററിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഗിറ്റ്ഹബിലെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ആ റെപ്പോസിറ്ററി ഓപ്പൺ ചെയ്താല് അവിടെ മെയിൻ എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലേ? അതെ, ആ മെയിൻ എന്ന് പറഞ്ഞ് കാണുന്നതാണ് നമ്മുടെ ബ്രാഞ്ച്, മെയിൻ ബ്രാഞ്ച്. അതെ. അപ്പൊ എനിക്ക് മെയിൻ ബ്രാഞ്ചിലേക്ക് എന്റെ കോഡ് ഞാൻ എന്റെ കോഡിനെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഈ കേസിൽ ഞാനിപ്പോ പറഞ്ഞ കേസിൽ ഞാൻ ആരോടും എന്താ പറയാ റിവ്യൂ എന്താ പറയാ റിവ്യൂ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രം കൊടുക്കൂന്ന് ഞാൻ പറയുന്നില്ല.
ഓക്കെ. ഓക്കെ. പകരം ഞാൻ എന്താ ചെയ്യുന്നത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് സെയിം എൻ്റെ കയ്യിലൊരു കോഡ് ഉണ്ട്. ആ കോഡ് ഞാൻ ഈ ഒരു റെപ്പോസിറ്ററിയിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ്ലി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ പുഷ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി ജിബിൻ ചോദിച്ച മെർജിങ് വരുന്നത് പുൾ റിക്വസ്റ്റിന്റെ കേസിലാണ്. അതെ. ഓക്കെ. നമ്മൾ ഫസ്റ്റ് പുള്ളി ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മെർജ് ചെയ്യണം. അല്ല, പുള്ളിയല്ല, പുള്ളും പുൾ റിക്വസ്റ്റും രണ്ടാണ്. പുള്ളി ചെയ്ത് മെർജ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ അധികം പ്രിഫർ ചെയ്യാറില്ല. കാരണം മെർജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിത്ത് ആഫ്റ്റർ റിവ്യൂയിങ് ദ ചേഞ്ചസ് ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മെർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമലി കണക്കാക്കുക ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട്. ഓക്കെ. നമ്മൾ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി പുഷ് ചെയ്യാം. ഓക്കെ. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ലോക്കൽ റെപ്പോസിറ്ററി ആണ്, എനിക്ക് ഇതുപോലെ പുഷ് ചെയ്യാം. ഇതല്ലാതെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ കയ്യിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിന് ലെറ്റ്സ് സേ ജിബിൻ്റെ കയ്യിലുള്ള ചേഞ്ചസ് എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തരികയാണ്. ഓക്കെ. ഞാനത് റിവ്യൂ ചെയ്ത് അത് ഓക്കെ ആണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അത് മെർജ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അത് ക്ലിയർ ആയി. ബേസിക്കലി നമ്മുടെ റിപ്പോസിറ്ററിയിൽ, അതായത് ഒരു കോമൺ ഒരു പ്രൊജക്ട് ഉണ്ട്. അപ്പം അതിൽ എന്റെ ചേഞ്ചസ് ഞാൻ മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ഫസ്റ്റ് ആ റിപ്പോസിറ്ററിലോട്ട് പുഷ് ചെയ്യണം. പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബേസിക്കലി ഞാൻ ഒരു പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ആ പുൾ റിക്വസ്റ്റിനെ നിങ്ങളുടെ റിവ്യൂവർ ആരാന്ന് വെച്ചാൽ അത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യുമ്പോഴാണ് മെർജിങ് വരുന്നത്. അപ്രൂവ് ചെയ്തിട്ട് മെർജ് ചെയ്യണം. ഓക്കെ. അതൊരു പ്രോസസ്. അതല്ലാതെ നമ്മൾ ഇപ്പം ലോക്കൽ റിപ്പോസിറ്ററിയിലോട്ട് ഗിറ്റിന്ന് നമ്മളൊരു കോഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗിറ്റ് പുൾ യൂസ് ചെയ്യത്തില്ലേ? അപ്പം ഗിറ്റ് പുള്ളി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം എന്നാ പറയുന്ന ഈ ഗിറ്റ് റിപ്പോസിറ്ററിയിൽ, അതായത് വെബ്സൈറ്റിൽ കുറെ അഡീഷണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് ലോക്കലിലോട്ട് വരുത്താനായിട്ട് ഗിറ്റ് പുൾ വഴി യൂഷ്വലി നടപടിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് ലോക്കലിൽ അഡീഷണൽ അതായത് ഗിറ്റ് വെബ്സൈറ്റിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ലോക്കലിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് മെർജ് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പൊ അവിടെ മെർജ് ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് ഒരു മെർജ് കോൺഫ്ലിക്റ്റ് വരും. അതെ. മെർജ് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് അതിനെ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്ത ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പുൾ ചെയ്യണം. ഓക്കെ. ഇത് ക്ലിയർ ആണ്. അപ്പം റീബേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ലേറ്റസ്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഗിറ്റ് ട്രീയിൽ ലേറ്റസ്റ്റ് കമ്മിറ്റ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എവിടെയാണ് ഇപ്പൊ പോയിന്റ് ചെയ്തിരിക്കുന്നത്, അവിടുന്ന് ഇപ്പൊ നമുക്ക് റീബേസ് ചെയ്തിട്ട് ഒരു പ്രീവിയസ് ബ്രാഞ്ചിലോട്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ബ്രാഞ്ചിൽ നിന്നും ഇങ്ങോട്ടേക്ക് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം ചേഞ്ചസ് എന്നുണ്ടെങ്കിൽ മെർജ് യൂസ് ചെയ്യണം. ലേറ്റസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രീവിയസ് കമ്മിറ്റിലോട്ട് പോകാൻ വേണ്ടിയല്ലേ നമ്മൾ റീബേസ് യൂസ് ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അതിനൊരു ജസ്റ്റ് ആക്ച്വലി ഇൻഡസ്ട്രിയൽ എക്സാമ്പിൾ പറഞ്ഞുതരാം റീബേസിന്റെ. അതായത് നിങ്ങളൊരു കമ്പനി, നിങ്ങളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്. ജിബിനും മുഹമ്മദും അതുപോലെ തന്നെ ഹരിപ്രിയും 3 പേര് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതില് ഹരിപ്രിയ വർക്ക് ചെയ്യുന്നത് ജാനുവരി റിലീസിൽ, അതായത് ജാനുവരിയിൽ പോകേണ്ട കോഡിൽ. മുഹമ്മദ് വർക്ക് ചെയ്യുന്നത് ഫെബ്രുവരി പോകേണ്ട കോഡില്. ജിബിൻ വർക്ക് ചെയ്യുന്നത് മാർച്ചിലത്തെ കോഡില്. സോ നമ്മൾ നോർമലി എന്ത് ചെയ്യും, ഈ ജാനുവരിയിൽ കോഡിൽ വർക്ക് ചെയ്യുന്ന ആളുടെ കോഡ് ഫെബ്രുവരിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. ഫെബ്രുവരിയിലെ കോഡ് ആരെ എഫക്ട് ചെയ്യാൻ പാടില്ല, മാർച്ചിനെയും എഫക്ട് ചെയ്യാൻ പാടില്ല, അല്ലേ? നിങ്ങൾ എല്ലാവരും പാരലി നിങ്ങളുടേതായിട്ടുള്ള എൻഡ് ഡേറ്റ്സ് വെച്ച് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, 3 ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യും, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. എന്നിട്ട് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് നിങ്ങൾ പുൾ റിക്വസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പുഷ് ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ചേഞ്ചസിനെ എല്ലാം
ഈ റെപ്പോസിറ്ററിന്റെ നിങ്ങളുടേതായ ബ്രാഞ്ചസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നിങ്ങളുടെ ബ്രാഞ്ചസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ, ജാനുവരി റിലീസ് പോയി, ഹരിപ്രിയന്റെ എല്ലാം സക്സസ് ആയിരുന്നു, ഇഷ്യൂസ് ഒന്നുമില്ല, സ്റ്റേബിൾ ആണെന്ന് കൺഫേംഡ് ആയി. ഇനി മുഹമ്മദിന്റെ ഫെബ്രുവരി ബ്രാഞ്ചിലേക്ക് ഈ ജാനുവരി കോഡില് ഹരിപ്രിയ ചെയ്തു വെച്ചതും കൂടെ മൂവ് ചെയ്താലേ അത് കംപ്ലീറ്റ് കോഡ് ആവുന്നുള്ളൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ജാനുവരി കോഡിനെയും കൂടെ ഏതിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണോ? ഇനി മുഹമ്മദിന്റെ കോഡിനോട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ജാനുവരി ബ്രാഞ്ചിന്റെ കോഡിനെ മുഴുവൻ ഫെബ്രുവരി ബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്കെഡ്യൂൾഡ് റീബേസ് സെറ്റ് ചെയ്യും. ഓക്കെ, ഈ സ്കെഡ്യൂൾഡ് റീബേസ് വഴി ഞാൻ എന്ത് ചെയ്യും? ജാനുവരിയിലുള്ള കോഡിനെ മുഴുവൻ ഫെബ്രുവരിയിലേക്ക് കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, ആൻഡ് വൺസ് ഫെബ്രുവരിയിലെ കോഡ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, ഓക്കെ, ഫെബ്രുവരിയിലെ കോഡ് സ്റ്റേബിൾ ആയി, മാർച്ചിലെ കോഡ് എനിക്ക് എന്താ പറയാ പ്രൊഡക്ഷനിലേക്ക് ലൈവിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഫെബ്രുവരിയിലുള്ള കോഡിനെയും കൂടെ ഞാൻ മാർച്ചിലേക്ക് അതായത് ജിബിന്റെ ബ്രാഞ്ചിലേക്ക് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യിക്കും. ഇപ്പൊ ജിബിന്റെ ബ്രാഞ്ചിൽ ഏതൊക്കെ ചേഞ്ചസ് ഉണ്ടാവും? ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്, മൂന്നിലെയും ചേഞ്ചസ് ജിബിന്റെ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി ജിബിൻ വർക്ക് ചെയ്തത് ഏത് കോഡിൽ മാത്രമാണ്? മാർച്ചിലെ കോഡിൽ മാത്രമാണ്. അറ്റ് ദ സെയിം ടൈം ജിബിന്റെ കോഡ് അപ്ഡേറ്റഡ് റെപ്പോസിറ്ററി അപ്ഡേറ്റഡ് ആയി പോവുകയും ചെയ്തു. മനസ്സിലായോ? ഈ ഒരു പ്രോസസ്സാണ് റീബേസിംഗ്. നമ്മൾ ഈ റീബേസ് എന്നുള്ള ഒരു കമാൻഡ് യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഞാൻ ഈ പുൾ റീബേസ് യൂസ് ചെയ്തത്, അതായത് എന്റെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ മെയിൻ എന്ന ബ്രാഞ്ച് ഇല്ലായിരുന്നോ? ആ മെയിൻ ബ്രാഞ്ചിലെ എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ റീഡ്മി ഫയൽ, ഒരു റീഡ്മി ഫയൽ അഡീഷണൽ ആണ് നമ്മുടെ റെപ്പോസിറ്ററിയിൽ അല്ലേ? സോ ഇവിടെ ഞാൻ പുൾ റീബേസ് ഒറിജിൻ മെയിൻ എന്ന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എന്റെ ഓൾറെഡി എന്റെ റിമോട്ട് റെപ്പോസിറ്ററി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ അതിന്റെ ബ്രാഞ്ചും സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ എന്ന്. പുൾ റീബേസ് ഒറിജിൻ മെയിൻ എന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലുള്ള അഡീഷണൽ ചേഞ്ചസ്, അതായത് നമ്മുടെ കേസിൽ ഇപ്പൊ റീഡ്മി ഫയൽ, ആ റീഡ്മി ഫയലിനെ പുൾ ചെയ്തിട്ട് നമ്മുടെ ലോക്കലിൽ ഇപ്പൊ കറന്റ്ലി ഉള്ള ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, നമുക്ക് ആദ്യം ഇനീഷ്യലൈസ്ഡ് ഒരു ഫോൾഡർ ജനറേറ്റ് ആയി വരുന്നില്ലേ, ആ ഫോൾഡറിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തങ്ങ് വെക്കും. ഓക്കെ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ്? എന്റെ ലോക്കലിൽ ഓൾറെഡി ഗിറ്റ് റെപ്പോസിറ്ററിയിൽ ചേഞ്ചസ് എല്ലാം ഉണ്ട്, പ്ലസ് എന്റെ കുറച്ച് ചേഞ്ചസ് ഉണ്ട് ഗിറ്റ് റെപ്പോസിറ്ററിക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട്. ഇപ്പൊ എന്റെ ലോക്കൽ റെപ്പോസിറ്ററി അപ്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്റെ ലോക്കൽ വേർഷൻ അപ്ഡേറ്റഡ് ആണ്. ഇതിന് ശേഷം ഞാൻ എന്റെ കോഡിനെ എന്റെ ഗിറ്റ് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യുമ്പോൾ അത് സക്സസ് ആവും, കാരണം പിന്നെ അവിടെ ഡിഫറൻസസ് ഇല്ല. ഓക്കെ, മനസ്സിലായി. അപ്പം ഇത് നമ്മള് ഗിറ്റ് റീബേസ് പുൾ ഒറിജിൻ /മെയിൻ എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഈ റിമോട്ടിലുള്ള കംപ്ലീറ്റ് ലോക്കലിലോട്ട് ഇന്റഗ്രേറ്റ് ആവുന്നല്ലേ? ഇന്റഗ്രേറ്റ് ആവും, അതെ. ബേസിക്കലി മെർജ്. അപ്പം ഈ നമ്മളിപ്പം ഗിറ്റ് മെർജ് ഒറിജിൻ /മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും, പക്ഷെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പുൾ റീബേസ് ചെയ്ത ശേഷം പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കമാൻഡ് ഗിറ്റ് പുൾ റീബേസ് എന്നാണ്. ഗിറ്റ് ഒന്നുകൂടെ പറയാമോ? ഏതാണ് പുൾ റീബേസ് ആണോ? ആ കമാൻഡ് യൂസ് ചെയ്യേണ്ട ഗിറ്റ് പുൾ റീബേസ് ഒറിജിൻ /മെയിൻ എന്നാണ് കൊടുക്കേണ്ടത്. ഗിറ്റ് പുൾ --റീബേസ്
ഓക്കെ ഒറിജിൻ മെയിൻ. ഓക്കെ ഒന്ന് നോട്ട് ചെയ്തിടണം. ഓക്കെ. git pull hyphen rebase origin slash main. Okay, ഒറിജിൻ thank you. സ്ലാഷ് ഇല്ല, ഒറിജിൻ സ്പേസ് മെയിൻ. origin space main. Okay, thank you. ക്ലിയർ ആയല്ലേ? ഇത് ക്ലിയർ ആയി. എനിക്ക് ഇത് തമ്മിലുള്ള ഒരു ഡൗട്ട് ആയിരുന്നു എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഇത് ക്ലിയർ ആയില്ലേ? ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു നോർമലി കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് കോഡിംഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നേ. ഓക്കെ ഓക്കെ ക്ലിയർ ആയി. പിന്നെ നമ്മളിപ്പം ഇതിനകത്ത് ഫീച്ചർ ബ്രാഞ്ചസ് അല്ലേ നമ്മൾ ഇനി മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്? എന്തായിരുന്നു? അല്ല, നമ്മൾ ഇപ്പം ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ ഫീച്ചർ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് മെയിൻ അല്ലാതെ ഫീച്ചർ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അല്ലല്ല, അതായത് നമ്മളിപ്പോ നമുക്ക് ആസ് പെർ ദ സിലബസ് നമുക്കുള്ള ജസ്റ്റ് ഗിറ്റ്ഹബുമായിട്ട് ബേസിക് ആയിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ബിക്കോസ് പുൾ റിക്വസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓർഗനൈസേഷൻ കോഡ്, ഓർഗനൈസേഷൻ ആക്സസ് വേണം. ഓക്കെ ഓക്കെ, സോ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, എനിക്ക് ഒരു അഡീഷണൽ ആയിട്ട് എൻ്റെ കയ്യിൽ എന്താ പറയുക വേറൊരു ഗിറ്റ്ഹബ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ്, അല്ലെങ്കിൽ വിത്ത് റീഡ് ഓർ റൈറ്റ് ആക്സസ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറൊരു ഒരു ഗിറ്റ്ഹബ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നമ്മുടെ സിലബസിൽ ഗിറ്റ് പുഷ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗിറ്റ് റീബേസിന്റെ ഡെമോൺസ്ട്രേഷൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഓൾറെഡി കോൺഫിഗേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പുൾ റിക്വസ്റ്റ് ഇനേബിൾ ചെയ്തിട്ടുള്ളൊരു ഗിറ്റ് റെപ്പോസിറ്ററി എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഡെമോൺസ്ട്രേഷൻ ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഞാനിത് ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു പ്രോപ്പർ ഒരു റെപ്പോസിറ്ററിയിൽ പുൾ റിക്വസ്റ്റ് എനേബിൾ ചെയ്തത്, അതായത് ഞാൻ ഇപ്പൊ ഈ അറ്റൻഡീസ് ആരും അതിലോട്ട് കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എങ്കിലും ഇപ്പം ഒരു ലേണിംഗ് പർപ്പസിന് നമ്മൾ ഈ പറയുന്ന പ്ലേ റേറ്റ് പഠിക്കാൻ നേരത്ത് നമ്മളിപ്പോ ഒരു കോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നിപ്പോ ഒരു കോഡിന്റെ പകുതി ചെയ്തു, അപ്പം അത് പുഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ അതിലോട്ട് പിന്നെയും ഒരു അഡീഷണൽ ചേഞ്ചസ് വരുന്നു. അപ്പം ഈ വരുന്ന ഓരോ ചേഞ്ചസിനും, അതായത് ഈ ഡിഫറെന്റ് ചേഞ്ചസ് ആണെങ്കിൽ നമുക്കൊരു ഡിഫറെന്റ് ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചേഞ്ചസ് ആ ഒരു ഫീച്ചർ ബ്രാഞ്ചിലോട്ട് ആഡ് ചെയ്തിട്ട് അത് പുഷ് ചെയ്താൽ പോരെ? അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കത്തില്ല എല്ലാവർക്കും, ഒരു ലേണിംഗ് ആയിരിക്കത്തില്ല എല്ലാവർക്കും. അതായത് പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ചിലൂടെ പുഷ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മളിപ്പം ഒരു പ്ലേ റേറ്റിൽ നമ്മളിപ്പോ ബേസിക്കലി ഒരു ആപ്ലിക്കേഷനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുവാണ്. അപ്പം ഓട്ടോമേറ്റ് ചെയ്യാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഒരു മൾട്ടിപ്പിൾ ലൈക്ക് ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. ലൈക്ക് ഒരു ലോഗിൻ, ഒരു ഓർഡർ ക്രിയേഷൻ. അപ്പം നമ്മളിപ്പം ഞാൻ പ്ലേ റേറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് എൻ്റെ ഒരു അപ്പം നമ്മളിപ്പം ഓരോന്ന് ചെയ്യാൻ നേരത്ത് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചിൽ, അതായത് ഫീച്ചർ സ്ലാഷ് ഓർഡർ ക്രിയേഷൻ, ഫീച്ചർ സ്ലാഷ് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ ചോദിക്കട്ടെ, അതായത് ലൈക്ക് ഒരു കോമൺ റെപ്പോസിറ്ററി, ബിക്കോസ് നിങ്ങൾ ഓരോരുത്തരും പുഷ് ചെയ്ത ചേഞ്ചസ് എന്താന്ന് കൃത്യമായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആസ് പെർ ദ യൂസർ. സോ നിങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി ലെറ്റ്സ് സേ ജിബിൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോഗിനിലാണ്. മുഹമ്മദ് വർക്ക് ചെയ്തപ്പോൾ ആഡ് ടു കാർട്ട് എന്ന് പറയുന്നൊരു സിനാരിയോയിലാണെന്ന് വിചാരിക്കും, അല്ലെ ഫീച്ചറിലാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചേഞ്ചസിനെയും സെപ്പറേറ്റ് എന്താ പറയാ ഫയൽസ് ആയിട്ട് ഒരേ റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്താൽ പോരെ? ഒരു പ്രൊജക്ടിന്റെ തന്നെ ഡിഫറെന്റ് സിനാരിയോസ് ആണ് അല്ലേ? ഒരു പ്രൊജക്ടിന്റെ ഡിഫറെന്റ് സിനാരിയോസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഡിഫറെന്റ് ബ്രാഞ്ചസ് കീപ്പ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡിഫറെന്റ് ബ്രാഞ്ചസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ആക്ച്വലി പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ ഞാനിപ്പോൾ ഈ ജൂൺ, ഫെബ്രുവരി, മാർച്ച് റിലീസസ് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള സിനാരിയോസ്, അതായത് ലൈക്ക് ഇപ്പോൾ ഒരാളുടെ ചേഞ്ച് മറ്റൊരാളുടെ ചേഞ്ചിനെ അഫക്ട് ചെയ്യരുത് എന്ന് മാൻഡേറ്ററിലി പോകുന്ന സിനാരിയോസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള സിനാരിയോസിലാണ് പുതിയ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അക്കോർഡിങ് പോവുക. അതല്ലാതെ എന്താ പറയുക, ലൈക്ക്
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ടീമിൽ 10 പേരുണ്ടെന്ന് വിചാരിക്കൂ. 10 പേര് വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഓരോ 10 പേരും ഒരു 4 ഫീച്ചർ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററി ബൾക്ക് ആവുമല്ലേ ചെയ്യുന്നേ? ഞാൻ ഈ ഇൻഡിവിജ്വൽ ഫീച്ചർ ബ്രാഞ്ചസിന്റെ കാര്യം നമ്മളിത് പുഷ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, പുഷ് മെർജ് ചെയ്തിട്ട് ചെയ്യുന്ന റീകോൾ സമയത്ത്. ചെയ്യുന്നേ. അതായത് നമ്മൾ പുഷ് ചെയ്തിട്ട് പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് റിവ്യൂ നമ്മൾ റിവ്യൂ കമന്റ്സ് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് തിരിച്ചു ചെയ്ത് വരും. കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് മെർജ് എന്നുള്ളതാണ്. മെർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീച്ചർ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്കത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമല്ലോ. ഞങ്ങള് ഇവിടെ ഇത് ഗിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് ഈ റിവ്യൂ പർപ്പസിന്റെ റീസണസിന് വേണ്ടിയാണ് ഈ ഇൻഡിവിജ്വൽ ഫീച്ചർ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നാളെ ഹിസ്റ്ററി എടുത്ത് നോക്കാൻ നേരത്ത് ഇപ്പം ഒരു പർട്ടിക്കുലർ ഫീച്ചറിൽ, അതായത് ഇപ്പൊ ഒരു മൈനർ ചേഞ്ച് ആണെന്ന് പറഞ്ഞാൽ പോലും അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പുഷ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് ഇപ്പം വേറെ ചില കോമൺ ചേഞ്ചസ് ഉണ്ട്, ചില ഇൻഡിവിജ്വൽ ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു റിപ്പോസിറ്ററി ഉണ്ട്. അപ്പം അതുകൂടാതെ ഒരു കോമൺ റിപ്പോസിറ്ററി ഉണ്ട്. ആ കോമൺ റിപ്പോസിറ്ററിയിലുള്ള ജിബിൻ ഉദ്ദേശിച്ച മനസ്സിലായി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലൈക്ക് ഇതിന്റെ എൻഡിൽ ആലോചിച്ച് നോക്കുക. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു പ്രൊഡക്റ്റ് ആണ് അല്ലേ? മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആണെങ്കിൽ ജിബിൻ പറഞ്ഞ പോലെ ഫൈൻ. ഞാനിപ്പോ ചോദിക്കുന്നത് ഇതൊരു സിംഗിൾ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, സിംഗിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പ്രോസസ്സ് എൻഡിലേക്ക് എത്തുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവത്തില്ലേ? കാരണം എത്ര ബ്രാഞ്ചിൽ നിന്ന് റീബേസ് ചെയ്താൽ നമുക്ക് എൻഡിലേക്ക് എത്തിക്കേണ്ടി വരും? അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും എന്താ പറയാ സക്സസർ ബ്രാഞ്ചിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എത്ര തവണ റീബേസ്, അതുപോലെ തന്നെ റീബേസ് ആൻഡ് മെർജിങ് ചെയ്യേണ്ടി വരും? മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യേണ്ടി വരത്തില്ലേ? ഇപ്പം ഞാനിപ്പം ഒരു ചേഞ്ച് ഞാൻ പുഷ് ചെയ്തു, റിവ്യൂ ചെയ്യുന്നു. അത് മെയിൻ ആയിട്ടുള്ള ആള് ഇപ്പൊ ഒരു ലീഡ് ആണെങ്കിൽ ആ ലീഡ് അത് റിവ്യൂ ചെയ്യുന്നു. റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ചേഞ്ച് ഇപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കത് പുള്ളി ചെയ്യാം, അവരുടെ ലോക്കലിലോട്ട് പുള്ളി ചെയ്തിട്ട് അവർക്കത് ചെയ്യാം. പക്ഷേ ഇപ്പം ഓക്കെ, ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് ബേസിക്കലി കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കുറച്ച് സീനിയേഴ്സ് ഉണ്ട്, 25+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. മിനിമം 15+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവര് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, അവര് ഡെവലപ്മെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആണ് അവരെല്ലാം. അപ്പം അവര് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാനും ഈ സെയിം ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഉണ്ട്. അതായത് ഓരോ പ്രൊജക്ടിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് റെപ്പോസിറ്ററീസ് വെക്കുവാണെങ്കിൽ ഞാൻ പറയാം, ഇപ്പം നോർമലി അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയാണ്. അതായത് ഈ രീതിയിൽ ചെയ്യാവൂ എന്ന് ഞാൻ പറയുന്നില്ല ജിബിൻ, പക്ഷെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഒരു റെപ്പോസിറ്ററി വെച്ച് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റിനാണെന്ന് വിചാരിക്കൂ. ബിക്കോസ് ഞാൻ പ്രീവിയസ്ലി ഇൻഫോസിസിലായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് വെച്ചാല് ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇൻഷുറൻസ് ഡൊമൈൻ ആയിരുന്നു, വെഹിക്കിൾ ഇൻഷുറൻസിന്റെ ഡൊമൈനാണ് ഞാൻ വർക്ക് ചെയ്തത് എന്റെ ഫസ്റ്റ് പ്രൊജക്ട്. സോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോ, മോട്ടോർ സൈക്കിൾ, ദെൻ ബോട്ട്സ്, ദെൻ അങ്ങനെ n നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കൂടാതെ ലൈക്ക് എന്താ പറയാ പ്രോപ്പർട്ടി ഇൻഷുറൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ മാനുഫാക്ചേർഡ് ഹോം, പിന്നെ മൊബൈൽ ഹോം, അങ്ങനെ n നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ റെപ്പോസിറ്ററീസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പോ എക്സാമ്പിൾ ആണ് ഓട്ടോ ആൻഡ് മോട്ടോർ സൈക്കിൾ. ആൻഡ് ഈ ഓട്ടോയ്ക്കും മോട്ടോർ സൈക്കിളിനും സെപ്പറേറ്റ് ആയിട്ട് 2 റെപ്പോസിറ്ററീസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഓട്ടോ എന്ന റെപ്പോസിറ്ററിയുടെ അകത്ത് ആകെയുള്ളത് ഈ ഓട്ടോ പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് കോഡ്സ് മാത്രമാണ്. ഓക്കെ, സോ ദാറ്റ് ഇതിനെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾക്ക് കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മളുടെ ക്ലയൻസിന് കൊടുക്കണം അല്ലേ? സോ നമ്മൾ ക്ലയൻസിന് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? ക്ലയൻസിന് നമ്മൾ കൊടുക്കുന്നത് ഡിഫറെന്റ് ഓരോ പ്രൊഡക്റ്റ്, ഈച്ച് പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലയൻസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ
ക്ലയൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ മാനേജബിൾ ആവാൻ ഈസി എങ്ങനെയാണ്? എൻ്റെ ഓട്ടോ എന്ന പ്രൊഡക്റ്റിന് എൻ്റെ റെപ്പോസിറ്ററി ഉണ്ട്. ആ റെപ്പോസിറ്ററിക്ക് എനിക്ക് എത്ര റിലീസസ് ഉണ്ടോ, ഞങ്ങളുടെ കേസിലാണ് ഞങ്ങൾക്ക് മന്ത്ലി 2 റിലീസസ് ആയിരുന്നു. അപ്പൊ ഈ 2 റിലീസസിന് വേണ്ടിയിട്ട് പെർ മന്ത്, അതായത് ആസ് പെർ ദ റിലീസ് ഡേറ്റ് ഫോർമാറ്റ് നമുക്ക് ഓരോ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യും. നമ്മളല്ല, അഡ്മിൻ ആക്സസ് ഉള്ളവരായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാഞ്ചിലേക്ക് ഇപ്പൊ ലെറ്റ്സ് സേ എൻ്റെ അടുത്തൊരു റിലീസ് വരുന്നത് June 5th 2026 വിചാരിക്കും. അപ്പൊ June 5th 2026 ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെപ്പോസിറ്ററിയിൽ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്കായിരിക്കും എൻ്റെ എല്ലാ ചേഞ്ചസും, എൻ്റെ എല്ലാ ലെഗസി കോഡും എല്ലാം കിടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ June 5th ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള എല്ലാ കോഡും ഓൾറെഡി ഏതിലുണ്ടായിരിക്കും? ഈ June 5th ഈ റെപ്പോസിറ്ററി ബ്രാഞ്ചിന്റെ അകത്ത് ഉണ്ടായിരിക്കും. സ്റ്റേബിൾ ആയിട്ടുള്ള ചേഞ്ചസ്. ഓക്കെ, അതായത് തൊട്ട് മുൻപത്തെ റിലീസിൽ എന്താ പറയാ, സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് കൺഫേംഡ് ആവാത്ത ചേഞ്ചസ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കൺഫേംഡ് ആയ ചേഞ്ചസ്. ഓക്കെ, അതായത് ഇനി തൊട്ട് മുമ്പത്തെ വേർഷൻ ഇപ്പൊ ഒരു May 15th ആണെന്ന് വിചാരിക്കൂ. May 15th സ്റ്റേബിൾ ആണെന്ന് ഉള്ള ഹെൽത്ത് റിപ്പോർട്ട് കിട്ടുന്നത് വരെ ആ ചേഞ്ചസ് നമ്മളുടെ June 5th ബ്രാഞ്ചിലേക്ക് പോവില്ല. അതുവരെയുള്ള എല്ലാ വേർഷൻസും എവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും? June 5th അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ എല്ലാ ചേഞ്ചസും June 5th റെപ്പോസിറ്ററിയിലേക്ക് ഞാൻ പുൾ റിക്വസ്റ്റ് ത്രൂ ഞാൻ എന്ത് ചെയ്യും? മെർജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പുൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, എൻ്റെ ലീഡ് അത് മെർജ് ചെയ്യുന്നു, അങ്ങനെ അത് മെയിൻറ്റെയിൻഡ് ആയി പോകുന്നു. ഓക്കെ, അത് മെയിൻറ്റെയിൻഡ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൺസ് എന്താണ് നമ്മുടെ തൊട്ട് മുമ്പത്തെ ഏതാണ് May 15th വേർഷൻ സ്റ്റേബിൾ ആയി എന്ന് കണ്ടാൽ ഇതിനെ റീബേസ് ചെയ്തുകൊണ്ട് എൻ്റെ ഈ പുതിയ ജൂൺ എന്ന് പറഞ്ഞ ഒറ്റൊരു ബ്രാഞ്ചിനെ മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി? പ്രൊഡക്ഷനിലേക്ക് ഡെമോൺസ്ട്രേഷന് വിട്ടാൽ മതി. മനസ്സിലായോ? മനസ്സിലായി. അപ്പം അതിൽ അവിടെ റീബേസ് ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? എങ്ങനെ? നമ്മളിപ്പം മെയിലേത് ജൂണിലോട്ട് കൊടുക്കുന്നത് മെയിൽ സ്റ്റേബിൾ കോഡാണ്, ഓൾറെഡി പ്രൊഡക്ഷനിലോട്ട് പോയിരിക്കുന്ന കോഡാണ്. ഓക്കെ, നോർമലി റീബേസിങ് അതുപോലെ തന്നെ ഈ ഗിറ്റർ മാനേജ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഒരു ടീം ഉണ്ടാവലുണ്ട്. ലൈക്ക് അതിനെ കുറിച്ചിട്ട് ഡിഗിൻ ചെയ്തിട്ട് ഇതുവരെ പോയിട്ടില്ല. നോർമലി നടക്കുന്ന പ്രോസസ് ആണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അതായത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി എന്താ പറയാ, നമ്മളുടെ ഈ റീബേസിങ് അതുപോലെ തന്നെ എന്താ പറയാ ഡേ ടു ഡേ ബിൽഡ് സ്കെഡ്യൂൾ ചെയ്യുന്നത്, ഡിപ്ലോയ്മെന്റ് സ്കെഡ്യൂൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഓൾറെഡി ഒരു എൻറ്റയർ CI/CD ടീം നമുക്ക് റെഡി ടു വർക്ക് ആയിരുന്നു. സോ നമ്മൾക്ക് ലൈക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻസ് നമുക്ക് നോർമലി കമ്പനീസിൽ ഉണ്ടാവാറില്ല. ഞങ്ങളുടെ കേസ് എന്താന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ടെസ്റ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഡെവലപ്മെന്റിന്റെ ഈ ഒരു പ്രോസസ് അവർ എന്തായാലും ഫോളോ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇത് സർവീസ് പ്രൊവൈഡർ അല്ല, ബേസിക്കലി ഞങ്ങളുടെ തന്നെ പ്രോഡക്ട്സ് ആണുള്ളത്. അപ്പം ഒരു ഡെവലപ്മെന്റ് ടീംസ് സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരു ടെസ്റ്റിംഗ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ ഞാൻ പെർഫോമൻസിലാവും വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് ഇപ്പം അറ്റ് എ ടൈം ഞാൻ 2-3 പ്രൊജക്റ്റിൽ ഞാൻ ഇൻവോൾവ് ആയിരിക്കും. അപ്പം എനിക്ക് ഓരോന്നിനും ഓരോ റെപ്പോസിറ്ററി ഉണ്ട്. അപ്പം ലോക്കലും റിമോട്ടും. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഓരോ ചേഞ്ചസും, അതായത് ഇപ്പൊ എനിക്ക് ഒരു പുതിയൊരു ചേഞ്ച് ഇപ്പം ഇന്ന് ചെയ്യണമെന്നുള്ള ഒരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റിൽ ഞാൻ ഒരു ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഞാൻ ഈ ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൊളീഗിനോട് ഞാനത് റിവ്യൂ ചെയ്യാനായിട്ട് പറയുന്നു. റിവ്യൂ ചെയ്യാൻ പറയുന്നു. അപ്പൊ അവരത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് മെർജ് അല്ല, അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് എനിക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ ഞാനത് മെർജ് ചെയ്യുന്ന നേരത്ത് ആ ഒരു ചെറിയ ചേഞ്ച് ആയിരിക്കും.
ഓക്കെ. പക്ഷെ എന്നാലും ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. മെർജ് ചെയ്യുന്ന സമയത്ത് അത് ടിക്ക് ചെയ്ത് ആ ഒരു ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യുന്നു. ഐ മീൻ നമ്മുടെ റിമോട്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യുന്നു. എനിക്ക് ലോക്കലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് വന്ന് കൺഫ്യൂഷൻ ആയിരിക്കും. കൂടുതൽ ബ്രാഞ്ചസ് വന്ന് കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, ആ ഒരു പർപ്പസ് കഴിഞ്ഞു. പിന്നെ നാളെ എനിക്ക് അതിന്റെ ഒരു ഹിസ്റ്ററി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ നടന്ന കമ്മിറ്റ്സും കാര്യങ്ങളും എനിക്ക് ഗിറ്റ് ഹബിൽ പോയിട്ട് അല്ലെങ്കിൽ ബിറ്റ് ബക്കറ്റോ അപ്പൊ അവിടെ പോയിട്ട് എനിക്കതൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇപ്പൊ ഏതൊക്കെയാണ് ചെയ്തെന്നുള്ളത്. ലൈക്ക് ഇതേ സെയിം പേർപ്പസ് നമുക്ക് ഒരു സിംഗിൾ റെപ്പോസിറ്ററിയിൽ ആണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അതെ. അപ്പം ബേസിക്കലി ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ ഈ ഒരു പ്രോസസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം കുറെ ചേഞ്ചസ് വന്നു. ഇപ്പം ഒരു റിപ്പോസിറ്ററിയിൽ കുറെ പേര് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ വർക്ക് ചെയ്യുന്ന ചില കോമൺ റിപ്പോസിറ്ററീസ് ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂസ് ചെയ്യുന്ന ടൂൾസിന് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒരു കോമൺ റിപ്പോസിറ്ററിയിൽ വരുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള എല്ലാവരോടും ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്യും. ഓക്കെ, ഇതിൽ ഞാൻ ഈ ഒരു കാര്യം മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയും. അപ്പൊ അവരത് പുള്ള് ചെയ്ത് അവരുടെ ലോക്കൽ റിപ്പോസിറ്ററി ആയിട്ട് മാച്ചിങ് ആക്കും. അപ്പൊ ഇങ്ങനെയാണ്. അപ്പം ഓരോ മൈനർ ചേഞ്ചസിനും ഞാൻ ഒരു ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചേഞ്ചസ് വരുത്തുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ബ്രാഞ്ചിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം ബാക്കിയുള്ള സെപ്പറേറ്റ് എനിക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടാവും അറ്റ് എ ടൈം. ഓക്കെ, ഒരു 3-4 ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പം ഒരു ചേഞ്ച് ഇവിടെ നടത്തുമേ ഞാൻ എല്ലാം ഒരുമിച്ചങ്ങ് മെർജ് ചെയ്യുമല്ല. ഒരു ചേഞ്ച് മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബ്രാഞ്ചിൽ പോയിട്ട് അത് പുള്ള് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആണ്. പിന്നെ അതൊരു പ്രോപ്പർ ഫ്ലോയിൽ പോകുന്നുണ്ട്. പക്ഷെ ടെസ്റ്റിങ്ങിന് സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പ്രോസസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഡെവലപ്മെന്റിന്റെ സെപ്പറേറ്റ്, ടെസ്റ്റിങ്ങിന് ഈ ഒരു ചേഞ്ചസ് ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ഒരു ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ റീബേസിന്റെ ഡൗട്ട്സ് ചോദിച്ചത്. മനസ്സിലായി. ഓക്കെ, ഡൗട്ട്സ് ക്ലിയർ ആയില്ലേ? ഇത് ക്ലിയർ ആയി. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സിമിലർ ഒരു പ്രോസസ്സ് ഇപ്പൊ നമ്മൾ ഈ പ്ലേറേറ്റിന്റെ ട്രെയിനിങ്ങിന് എന്തുമാത്രം ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ ഒന്ന് ആലോചിക്കുക. ഇൻഡിവിജ്വൽ ചേഞ്ചസിന് അത് പക്ഷേ ലൈക്ക് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അതായത് ഇപ്പൊ ഓൾറെഡി ഇൻഡസ്ട്രിയൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ജിബിന് കുറച്ച് ലൈക്ക് ഈസി ആയിട്ട് തോന്നും. ബാക്കി എല്ലാവർക്കും അത് ഒരുപോലെ ഈസ് ഓഫ് യൂസ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, മനസ്സിലായോ? പിന്നെ ഈ മെയിൻ ബ്രാഞ്ചസിൽ നമ്മളെല്ലാം ചെയ്യാൻ നേരത്ത്, കാരണം മെയിൻ ബ്രാഞ്ചസിൽ ബൈ മിസ്റ്റേക്ക് ഇപ്പൊ ആർക്കെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതുവരെ ചെയ്ത കംപ്ലീറ്റ് കോഡ്സും കറക്റ്റ് ആയി പോകത്തില്ലേ. അപ്പം ഒരു ഫീച്ചർ ബ്രാഞ്ചിൽ ചെയ്തിട്ട് മെയിനിലോട്ട് പുള്ളി ചെയ്യുന്ന ഇപ്പൊ ഇൻ കേസ് ഒരു മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കത്തില്ലേ? മനസ്സിലായി. ഞാൻ അപ്പം ഞാൻ ആ ഒരു റീസൺ കൂടെ കൊണ്ടാണ് ഞാൻ ആ ഫീച്ചറിന്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത്. അങ്ങനെ തന്നെ. ഓക്കെ, എനിവേ എനിക്കിപ്പോൾ ക്ലിയർ ആയി. റീബേസിന്റെ കാര്യം, മെർജും റീബേസും തമ്മിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു.